സംസ്ഥാനത്ത് ആശങ്കയുയർത്തി പകൽ സമയം ചൂട് വർദ്ധിക്കുന്നു. വേനൽ ചൂടിന് സമാനമായ തരത്തിലാണ് നിലവിലെ അന്തരീക്ഷ താപനില. വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ചൂടാണ്. നമ്മള് പുറത്ത് വർക്കിന് ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ചൂടായിട്ട് തളരും പെട്ടെന്ന്. ഫീൽഡ് ജോലിയാ? നമുക്ക് ഫീൽ ആണ്. നമ്മുടെ ലോജിസ്റ്റിക്സിന്റെ വർക്കാണ്, അതായത് ഈ സപ്ലിമെന്റ്സ്, ഈ ഇംപ്ലാന്റ്സിന്റെ ഒക്കെ വർക്ക്സ് ആണ്. അപ്പൊ അത് എല്ലാ സാധാരണ ഉള്ള സമയങ്ങളെക്കാൾ ചൂടാണ് ഇപ്പോൾ അല്ലേ? അതിപ്പോ ഭയങ്കര ചൂടാണ്. കാരണം നമ്മളിപ്പം പുറത്തോട്ട് ഇപ്പം എന്ത് ഹോസ്പിറ്റലിൽ എന്താ ആവശ്യത്തിന് പോയിട്ട് വന്നാലും ഭയങ്കരമായിട്ട് പെട്ടെന്ന് തളരും. നമ്മൾ നോർമലി ലോങ് പോകുന്നതുകൊണ്ട് ഹെൽമെറ്റ് ലോഡ് വയ്ക്കുമ്പോഴത്തേക്കും നല്ലപോലെ വീർത്ത് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. മുടി കൊഴിച്ച് നല്ലപോലെ കൂടുന്നുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസും ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ നമ്മൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കുക, അതൊക്കെ തന്നെ. സൂര്യാഘാതം ഏൽക്കുന്ന തരത്തിലാണ് പകൽ ചൂട് പല ജില്ലകളിലും വർദ്ധിക്കുന്നത്. വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവ് ആശങ്കാജനകമായ നിലയിൽ ഉയരുകയാണ്. ഈ ജില്ലകളിൽ UV ഇൻഡെക്സ് 7 രേഖപ്പെടുത്തിയതോടെ ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മൂന്നാർ, കോന്നി, മാനന്തവാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് UV ഇൻഡെക്സ് അതിതീവ്ര നിലയിൽ എത്തിയിരിക്കുന്നത്. ഹെൽമെറ്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യും. ഹെൽമെറ്റും തെപ്പിക്ക് നോർമലി യൂസ് ചെയ്യും. കുറച്ചുകൂടെ കൂടുതൽ ചൂടെടുക്കാനേ ചാൻസ് ഉള്ളൂ. നമുക്ക് എപ്പോഴും ഇങ്ങനെ കാറ്റ് കിട്ടുന്ന ആ ഒരു ആശ്വാസം മാത്രം. ഇപ്പോൾ കാറ്റ് പോലും അടിക്കുന്നില്ല. ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പകൽ 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ വെയിൽ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാനാണ് നിർദ്ദേശം. പുറത്തിറങ്ങുന്നവർ തൊപ്പിയും കുടയും കൈവശം കരുതണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കണം. അൾട്രാവയലറ്റ് രശ്മികൾ ദീർഘനേരം നേരിട്ടേൽക്കുന്നത് സൂര്യാഘാതത്തിനും ചർമ്മത്തിലെ അലർജിക്കും വഴിവെക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിലും അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രതിരോധം മാത്രമാണ് ഏക പോംവഴി. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.